ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് ട്രൂസ് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം, ക്രിസ്മസ് ട്രൂസ്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ക്രിസ്തുമസ് രാത്രിയെക്കുറിച്ചുള്ള വിവരണം വരും അവിടെ. ഒരു യുദ്ധത്തിൻ്റെ നടുക്ക് പരസ്പരം പോരടിച്ചിരുന്ന രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ക്രിസ്തുമസ് കരോൾ പാടുന്നൊരു രംഗം കാണാൻ പറ്റും അവിടെ. 1914 റഷ്യയും ജർമ്മനിയും തമ്മിലുള്ള ഈ യുദ്ധത്തിന് നടുവിൽ അതിന് മറ്റു രാജ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെ ട്രെഞ്ചുകളിൽ നിന്നിരുന്ന ജർമ്മൻ ഭടന്മാർ ക്രിസ്തുമസ് രാത്രിയാണെന്നറിഞ്ഞ് ട്രെഞ്ചിൻ്റെ പുറത്ത് വന്ന് കാരൽ ഗീതങ്ങൾ പാടുന്നത്. റഷ്യക്കാർക്ക് ഒറ്റ പിടിക്ക് ഇവരെ തീർക്കാം. പക്ഷേ ആ ശത്രു സൈന്യത്തിലെ ആളുകളും കൂടെ വന്ന് ഒരുമിച്ച് നിന്ന് ഈ കാരോൾ സിംഗിങ്ങിൽ പങ്കെടുത്ത് ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ക്രിസ്തുമസ് രാത്രി ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകം 133 ഈ ക്രിസ്തുമസിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഏറ്റവും നല്ലൊരു സങ്കീർത്തന ഭാഗം അതാണെന്ന് തോന്നുന്നു. സഹോദരങ്ങൾ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ താടി രോമങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്ന അഭിഷേകം തൈലം പോലെ വിശുദ്ധമാണത്. ഹെർമോൺ മലമുകളിലെ പെയ്തിറങ്ങുന്ന തുഷാരഗണം പോലെ മനോഹരമാണത്. ഇതൊക്കെ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന വാക്കുകളാണല്ലോ. ആലോചിച്ച് നോക്കണം. 25 വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ജ്യേഷ്ഠന് ഒരു ഫോൺ കോൾ വരാണ്. അങ്ങേ തലയ്ക്കല് അനിയനാണ്. 25 വർഷങ്ങൾക്ക് ശേഷം പരസ്പരം പോരടിക്കുന്ന രണ്ടുപേര്. എന്നിട്ട് അനുജൻ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താണ് ഇത്രയും കാലം എന്നെ വിളിക്കാതിരുന്നേ? ഒരച്ഛനോട് വന്ന് ചേട്ടൻ പറയുന്നുണ്ട്, അച്ഛാ ഇത്രയും കാലത്തെ എൻ്റെ ഭാരമൊക്കെ എവിടെ പോയെന്നറിയില്ല. ഇത്തവണത്തെ ക്രിസ്തുമസ് ഞങ്ങൾ ആഘോഷിക്കും. വി വിൽ സെലിബ്രേറ്റ്. ഞങ്ങൾ ആഘോഷിക്കും. സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത്, അവിടെ ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നേ. ശരിക്കും ഇങ്ങനെ ചുറ്റും യുദ്ധത്തിൻ്റെ വെടിയൊച്ചകൾ പൊങ്ങുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സമാധാനത്തിൻ്റെ ഒരു ക്രിസ്തുമസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ മതിലുകൾ തകർക്കപ്പെടാൻ വേണ്ടി കൂടെ. ക്ലീശയാണെന്നറിയാം ഈ വാക്കുകളൊക്കെ, പക്ഷേ ഇതൊക്കെയാണെന്ന് ക്രിസ്തുമസ്. ശരിക്കും ഒരു ക്രിസ്തുമസ് മനസമാധാനത്തോടുകൂടെ ഉള്ളു തുറന്ന സന്തോഷത്തോടുകൂടി ആഘോഷിക്കണമെങ്കിൽ ഈ വിദ്വേഷമൊക്കെ പൊട്ടിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സഹോദരങ്ങൾ ഒരുമിച്ച് കൈ ചേർത്ത് ആഘോഷിക്കുന്ന ഒരു ക്രിസ്തുമസ് ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഉള്ളു തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.